കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തകർന്നടിയുമെന്നാണ് രവി പറയുന്നത്. അത് നിർണായക തെരഞ്ഞെടുപ്പുകൾക്ക് KPCC ഒരുങ്ങുന്നതിനിടയിലാണ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ലീക്കായത്. 2026 കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലെത്താൻ നേതാക്കൾ ഉടുപ്പ് തയ്ച്ച് തുടങ്ങുന്നതിനിടയിലാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന DCC നേതാക്കന്മാരിൽ ഒരാളായ പാലോട് രവിയിൽ നിന്നും ഈ രീതിയിലുള്ള വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ പിടിച്ചു കുലുക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും മൂന്നാം കിട നേതാക്കന്മാരുടെ വായിൽ നിന്നാണ് ഇതേ രീതിയിലുള്ള സംഭാഷണം വന്നതെങ്കിൽ കണ്ണടയ്ക്കാമായിരുന്നു. പക്ഷേ പറഞ്ഞിരിക്കുന്നത് തലസ്ഥാനത്തിന്റെ ചുമതലയുള്ള DCC പ്രസിഡന്റ് തന്നെയാണ്. നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന രീതിയിലുള്ള ആവശ്യവും പാർട്ടിക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞു. ഏറെ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഓഡിയോ സന്ദേശം നമുക്ക് കേട്ടുനോക്കാം. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്നാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായി. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞാൽ നശിക്കും.